ഞാൻ കേരള സംസ്ഥാനത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കറാണ്. കാലത്ത് 7 മണിക്ക് ഞങ്ങൾ ചെല്ലുന്നേരം ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി കഴിഞ്ഞ് വീട്ടിൽ കയറും. തിരുവനന്തപുരം മുട്ടട സ്വദേശി ശ്രീലതയ്ക്ക് 4 വർഷമായി ഇത് ശീലമാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. വൈറ്റമിൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് സാറ്റർഡേ കൊട്ടാരം പാലസ് ഡിസ്പെൻസറിയിൽ വരുന്നേക്കണേ. ഇപ്പം ഞങ്ങൾക്ക് പാലിയേറ്റീവ് കിടപ്പായിട്ടുള്ള രോഗികളുണ്ട്, കിടപ്പിലല്ലാത്ത രോഗികളെ നോക്കണം. നമ്മളൊരു സ്നേഹവും സാന്ത്വനവും അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അമ്മച്ചേ, കാല് നീരൊക്കെ എങ്ങനെയുണ്ട്? മെഡിസിൻ മാറ്റിയ ശേഷം കഴിച്ചിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? തരുന്നത് വാങ്ങിച്ചിട്ട് തരാം ഇനി വരുമ്പോഴത്തേക്ക്. ബിന്ദു ചേച്ചിയേ, മോള് നന്നായിട്ട് ആളെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ആശാ വർക്കർ പാലിയേറ്റീവ് ആൻറ്റി വന്നു പറയും. എൻ്റെ മോള് ചിരിക്കുക, അയാളെ സന്തോഷം കണ്ട. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പുണ്യം. ഞങ്ങളെ പോലുള്ളവർക്ക് അവരാണ് ഏറ്റവും വലിയ ആവശ്യം. ഞങ്ങൾക്ക് ആവശ്യം അവരെ ഒരു സഹായമാണ്. അമ്മ പോയിട്ട് വരട്ടെ. ഈ ജോലി കൊണ്ട് എന്ത് നിങ്ങൾക്ക് നേട്ടം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നല്ല മനുഷ്യരുടെ മനസ്സിൽ, ഹൃദയങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യ മന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ ഒന്നും അത് കാണുന്നില്ല. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പണിയെടുക്കുന്നവരെന്ന് അഭിമാനം കൊള്ളുന്നവരാണ് ഇന്ന് അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്. കൃത്യമായ വേതനം ഉറപ്പാക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. 62 വയസ്സായി ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തമ്മിൽ തീരും. ഞങ്ങളുടെ ഈ 2 ഡിമാൻഡും അനാവശ്യമെന്ന് പറഞ്ഞ മന്ത്രി മനസ്സിലാക്കിയെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് അനാവശ്യ സമരമാണോ അതോ അതിജീവനത്തിന്റെ സമരമാണോ എന്ന്. തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പ്രതിഷേധക്കാർക്ക് പരാതിയുണ്ട്. സംസ്ഥാന ബജറ്റ് അവഗണിച്ചെന്നും സമരക്കാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തുമെന്നും ഓണറേറിയം വർധനവിൽ വലിയ മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം ലഭ്യമാകണമെന്നും അധികൃതർ പ്രതികരിച്ചു. ആശാപ്രവർത്തകർക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കൂട്ടിച്ചേർത്തു. വെറും 7000 രൂപ മാത്രമാണ് നിലവിലുള്ള ഓണറേറിയം. മിനിമം വേതനം നിലയ്ക്കുള്ള 700 രൂപയെങ്കിലും ഒരു ദിവസത്തിന് കണക്കാക്കിക്കൊണ്ട് 21,000 രൂപ അത് അനുവദിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആശാ വർക്കർമാരെ 62 വയസ്സിൽ പിരിച്ചുവിടാൻ ഗവൺമെൻറ് ഏകപക്ഷീയമായി ഉത്തരവിറക്കിയിരിക്കുന്നു. 10-20 വർഷക്കാലം ഈ മേഖലയിൽ പണിയെടുത്ത ആളുകൾക്ക് 1 രൂപ പോലും ഇല്ലാതെ പിരിഞ്ഞു പോകാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ്. പോയി അവരുടെ അംഗീകാരം വാങ്ങിച്ചില്ലേ? ആരുടെ പേരിലാണ് നിങ്ങൾ വാങ്ങിയത്? ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ പേരിലല്ലേ വാങ്ങിയത്? കണ്ണു തുറക്കൂ നിങ്ങൾ. ഇന്നലെ ഈ 2-3 പോസ്റ്റിൽ ലൈറ്റ് ഇല്ല, ഞങ്ങൾ ഇവിടെ കിടന്നതുകൊണ്ട് ഇന്നലെ ഓഫ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഇവര് ലൈറ്റ് അടച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടൂല സാറേ. രാകേഷിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.